നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. തട്ടിപ്പ് കേസിൽ മലയാളി പിടിയിൽ. ഗോവ പോലീസിന്റെ സൈബർ ക്രൈം വിഭാഗം 34 വയസ്സുള്ള മലയാളിയെ 1.05 കോടി രൂപയുടെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തു. നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിയാണെന്ന് അവകാശപ്പെട്ട് കേപ്പം നിവാസിയെ കള്ളക്കേസിൽ കൊടുക്കുകയും പണം കൈമാറാൻ നിർബന്ധിക്കുകയും ചെയ്തു. വാട്സപ്പ് വഴി എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരായി നടിച്ച് വ്യാജ അറസ്റ്റ് വാറന്റ് കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. പ്രതിയായ ഗോകുൽ പ്രകാശ് MKയുടെ അക്കൗണ്ടിൽ നിന്ന് 24 ലക്ഷം രൂപ കണ്ടെത്തി. 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 13 ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഈ അക്കൗണ്ട്. ആകെ 9.02 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. നേരത്തെ സമാനമായി 25.50 ലക്ഷം രൂപയുടെ തട്ടിപ്പിന് ബാംഗ്ലൂർ സ്വദേശിയായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്വാതന്ത്ര്യദിനത്തിന് ഗോവയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക്. ചതുർത്ഥി മങ്ങി. സ്വാതന്ത്ര്യദിന വാരാന്ത്യത്തിൽ ഗോവയിലേക്ക് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഗണേശ് ചതുർത്ഥി ആഘോഷങ്ങൾക്ക് വിനോദസഞ്ചാരികളുടെ എണ്ണം കുറയുമെന്ന് വ്യവസായ മേഖലയിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു. വിദേശ യാത്രാ പാക്കേജുകളും ടാക്സി സർവീസ് പ്രശ്നങ്ങളും വിനോദസഞ്ചാരികളെ മറ്റിടങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ഹോട്ടലുകളിൽ 60 മുതൽ 70% വരെ ബുക്കിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും മാസാവസാനത്തോടെ തിരക്ക് കുറയും. ടാക്സി ഡ്രൈവർമാരുടെ അമിത നിരക്കും മോശം പെരുമാറ്റവും ഗോവയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു. വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയർന്നതിനാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള യാത്രകൾ കൂടുതൽ ജനപ്രിയമാകുന്നു. കോലാലംപൂർ, ബാങ്കോക്ക്, കൊളംബോ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ ചെലവ് ഗോവയിലേക്കുള്ളതിന് സമാനമാണ്. ഇത് ഗോവയുടെ വിനോദസഞ്ചാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. മപ്സയിൽ രാത്രി പെട്രോളിംഗ്. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ നടപടി. മപ്സയിൽ ഗാന്ധി സർക്കിളിലും ഹൗസിംഗ് ബോർഡ്, ഗണേഷ്പുരി പ്രദേശങ്ങളിലും ഗോവ പോലീസ് രാത്രി പെട്രോളിംഗ് നടത്തി. SP നോർത്ത് ഗോവ രാഹുൽ ഗുപ്തയുടെ നിർദ്ദേശപ്രകാരം PI നിഖിൽ പാലേക്കറിന്റെ മേൽനോട്ടത്തിൽ നടന്ന ഈ ഓപ്പറേഷൻ രാത്രി 11 മണി വരെ തുടർന്നു. മദ്യപിച്ച് വാഹനമോടിക്കുന്നത് മൂലം വർദ്ധിക്കുന്ന അപകടങ്ങൾ തടയാനാണ് ഈ നടപടി. PI പാലേക്കർ, PSI പാബ്ലോ പരബ്, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് പരിശോധനയും നാക്കാബന്ദിയും നടത്തി. റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. മർഗാവിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ സംഘർഷം. മർഗാവിലെ മംഗോളിൽ തിങ്കളാഴ്ച രാത്രി ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. വാളുകളും വടികളും ഉപയോഗിച്ച് 5 മുതൽ 6 പേർ വരെ അടങ്ങുന്ന സംഘം രഫീഖ്, താഷാൻ, യുവകേഷ് സിംഗ് എന്നിവർക്ക് നേരെ ആക്രമണം നടത്തി. സംഭവത്തിനിടെ വെടിയുതിർക്കലും നടന്നു. സംഭവത്തിൽ ഒരു കാർ തകർന്നു. പരിക്കേറ്റവരെ ഗോവ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെടിയുണ്ടകൾ സ്ഥലത്തു നിന്നും കണ്ടെത്തി. സ്ഥലത്ത് സംഘർഷം തടയാൻ അധിക സുരക്ഷ ഏർപ്പെടുത്തി. കുർച്ചോറുമിൽ ബാങ്ക് മാനേജർ അറസ്റ്റിൽ. മഹാരാഷ്ട്രയിലെ സത്താറ സ്വദേശിയും കുർച്ചോറുമിലെ മുൻ ബാങ്ക് ബ്രാഞ്ച് മാനേജരുമായ ഇയാളെ ഉപഭോക്താക്കളെ വഞ്ചിച്ചതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫിക്സഡ് ഡെപ്പോസിറ്റിനായി ലഭിച്ച പണം ഉപഭോക്താക്കളുടെ അറിവില്ലാതെ ഇയാൾ ഒരു സ്ത്രീയുമായി ചേർന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് ആരോപണം. കുർച്ചോറിം പോലീസ് സ്റ്റേഷനിലെ PSI പ്രജ്യോത് ബക്ലെ FIR രജിസ്റ്റർ ചെയ്തു. റിക്കവറി ഏജൻസിയിലെ ഒരു ജീവനക്കാരനോട് ഉപഭോക്താക്കളെ സഹായിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് പ്രതികൾ തട്ടിപ്പിന് ഗൂഢാലോചന നടത്തിയതായും പോലീസ് ആരോപിക്കുന്നു. തട്ടിപ്പിന് ഇരയായവർ പ്രധാനമായും മുതിർന്ന പൗരന്മാരായിരുന്നു. കേസിൽ അന്വേഷണം തുടരുന്നു. കലങ്കുത്ത് MLA ടൗട്ടുകൾക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നു. പ്രശസ്തമായ ബീച്ച് ഡെസ്റ്റിനേഷന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്ന ടൗട്ടുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കലങ്കുത്ത് MLA മൈക്കൽ ലോബോ ലോക്കൽ പോലീസിന് മുന്നറിയിപ്പ് നൽകി. ബീച്ചിൽ 24/7 പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പ്രത്യേകിച്ച് ബീച്ച് പാർക്കിംഗ് ഏരിയയിൽ മോഷണങ്ങൾ തടയാനും നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ടൗട്ടുകളും അനധികൃത ഗൈഡുകളും കലങ്കുത്തിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുന്നുവെന്ന് ലോബോ ഊന്നിപ്പറഞ്ഞു. വിഷയത്തിൽ കർശന നടപടികൾ എടുത്തില്ലെങ്കിൽ DGPയുടെ ഓഫീസിന് പുറത്തിരുന്ന് പ്രതിഷേധിക്കുമെന്നും MLA താക്കീത് നൽകി. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.